Hello and welcome to Learn Inc Easy channel. SCRT +1 ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററായ എയ്ബ്സ് ഫസ്റ്റ് സ്പീച്ച് അതാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഈ എയ്ബ്സ് ഫസ്റ്റ് സ്പീച്ച് എന്ന ചാപ്റ്ററിലെ കീ വേർഡ്സും അതിൻ്റെ മീനിങ്സുമാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഏത് ചാപ്റ്റർ പഠിക്കുമ്പോഴും അതിലെ പുതിയ വാക്കുകളുടെ അർത്ഥം വേണ്ട രീതിയിൽ ഉൾക്കൊണ്ടാലേ നമുക്ക് ചാപ്റ്റർ നേരവണ്ണം മനസ്സിലാക്കാൻ പറ്റും. എയ്ബ്സ് ഫസ്റ്റ് സ്പീച്ച്, ഇതിൽ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട വേർഡ് സ്റ്റേറ്റ്സ്മെൻ. സ്റ്റേറ്റ്സ്മെൻ എന്ന് പറഞ്ഞാൽ വെറും പൊളിറ്റീഷ്യൻ എന്ന് പറഞ്ഞാൽ പോരാ, എക്സ്പീരിയൻസ് ഉള്ള ആളുകളുടെ റെസ്പെക്റ്റ് പിടിച്ചു പറ്റിയ പൊളിറ്റിക്കൽ ലീഡറാണ് സ്റ്റേറ്റ്സ്മെൻ. ആൻഡ് ദ നെക്സ്റ്റ് വേർഡ് ഈസ് സസ്പെൻഡർ. സാധാരണ കുട്ടികളൊക്കെ ധരിക്കുന്ന പാൻസും ട്രൗസേഴ്സും വീഴാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എ ഷോർട്ട് സർക്കിൾ ഓഫ് ഇലാസ്റ്റിക്. എ ഷോർട്ട് സർക്കിൾ ഓഫ് ഇലാസ്റ്റിക് ഫോർ ഹോൾഡിംഗ് അപ്പ് trousers. And next one is shock. Shock is a thick mass of hair on a person's head. തലയിൽ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്ന മുടി കെട്ട്. ആൻഡ് നെക്സ്റ്റ് വേർഡ് ഈസ് റെയിൽ. മരത്തിൻ്റെയോ ലോഹത്തിൻ്റെയോ തടിക്കഷ്ണം, സാധാരണ വേലിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തടിക്കഷ്ണങ്ങൾ. ദിസ് ഈസ് എ റെയിൽ ഫെൻസ്. ആൻഡ് ദ നെക്സ്റ്റ് വേർഡ് ഈസ് വീൽഡ്. ഈ വേർഡ് നമുക്ക് ചാപ്റ്ററിൽ കാണാൻ പറ്റില്ല, പകരം റെയിൽ സ്പ്ലിറ്റിംഗ് എന്നതിൻ്റെ എക്സ്പ്ലനേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്, സ്റ്റാർ 1. അതിൽ പറഞ്ഞിട്ടുണ്ട് wielding a heavy axe and splitting logs to make rail fences. Wield എന്ന് പറഞ്ഞാൽ ആക്രമിക്കാൻ തയ്യാറായിട്ട് ആയുധം പിടിക്കുന്നതിനാണ് wield. അതിന് ഉള്ള സ്പെഷ്യൽ വേർഡാണ് wield. He is wielding a sword. And the next word is stump. Stump means മരം വെട്ടി മാറ്റിയതിന് ശേഷം താഴെ ബാക്കി കാണുന്ന ഭാഗം. This is a stump. സ്റ്റംപ് സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കയറി പ്രസംഗിക്കുന്ന ആൾ. 19-ാം നൂറ്റാണ്ടിലൊക്കെ ഇങ്ങനെ ഒരു കസ്റ്റം ഉണ്ടായിരുന്നു. പൊളിറ്റീഷ്യൻസ് ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ മുകളിൽ കയറിയിട്ടാണ് അന്ന് പ്രസംഗിച്ചിരുന്നത്. സ്റ്റംപ് സ്പീക്ക്. And the next word is whereupon. Whereupon means and then. ചാപ്റ്ററിൽ 3rd പാരഗ്രാഫിൽ കാണാം, whereupon he got a dry goods box and called on Abe. Whereupon means and then. എന്നിട്ട് അദ്ദേഹം ഒരു ഉണങ്ങിയ ചരക്ക് പെട്ടി എടുക്കുകയും and called on Abe, ഏബിനെ ക്ഷണിക്കുകയും ചെയ്തു. And the next word is orator. Orator എന്ന് പറഞ്ഞാൽ സ്കിൽഡ് ആയിട്ടുള്ള, എലക്വൻ്റ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ സാമർഥ്യവും വാചാലതയുമുള്ള ഒരു പബ്ലിക് സ്പീക്കർ. The last and final word is mount. Mount means നമ്മൾ സൈക്കിളിലോ അല്ലെങ്കിൽ കുതിരപ്പുറത്തോ കയറുന്നതിനാണ് മൗണ്ട് എന്ന് പറയുക. ഇറങ്ങുന്നതിന് ഡിസ്മൗണ്ട്. ഇത്രയും വേർഡ്സാണ് നമുക്ക് ആ ചാപ്റ്ററിൽ പ്രത്യേകം മനസ്സിലാക്കാനുള്ളത്. So if you've liked this video, please share it with your friends. Okay, thank you for watching.